ഹലോ കൂട്ടുകാരെ, അങ്ങനെ നമ്മൾ ഹോട്ടൽ യവാച്ചിയിൽ നിന്ന് ഇന്നത്തെ യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ ഈ ഹോട്ടലുകാർ തന്നെ നമുക്കിവിടെ ഒരു ടാക്സി ഒക്കെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. ഇന്നൊരു 10 പോയിന്റ് കാണാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മളിതാ ഫസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് റോപ്പ് ആണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്, എന്നാലും മടിയൊന്നും കൂടാതെ നേരത്തെ തന്നെ ഇതാ ഇറങ്ങിയിട്ടുണ്ട്. ബിൽഡിങ്ങുകളൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ഇതൊരു കുന്നിൻ ചെരിവായതുകൊണ്ട് തന്നെ ഇവർ ഉള്ള സ്പേസ് പരമാവധി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. കുഞ്ഞു കുഞ്ഞു ബിൽഡിങ്ങുകൾ ഇങ്ങനെ മുകളിലായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിട്ടാണുള്ളത്. ചെറിയ റോഡുകളാണ്, വലിയ വീതിയൊന്നുമില്ല. അതുപോലെ തന്നെ ഇത് നടപ്പാതയാണ് കേട്ടോ, റോഡ് ക്രോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അത് മുഴുവൻ ഇങ്ങനെ ചെടികളൊക്കെ വെച്ച് വളരെ മനോഹരമായിട്ട് അവർ ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ട്രാഫിക് പോലീസ്. ട്രാഫിക് റൂൾസൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ്, നല്ല പെനാൽറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ കഴിയുന്നതും ഇവിടെ നമ്മൾ വരുമ്പോൾ ഇവിടുന്ന് നമ്മൾ ടാക്സി എടുക്കുന്നതായിരിക്കും നല്ലത്. ഇവർക്കാവുമ്പോൾ എവിടെയാണ് പാർക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ഇടയിലൂടെയൊക്കെ ഇവരിങ്ങനെ എടുത്തെടുത്ത് പോയിക്കോളൂ. ഇതിപ്പോൾ ഒരു വൺ വേ ആണ് ഈ റൂട്ട്. ഈ റോഡിൻ്റെ തന്നെ മറ്റൊരു ഭാഗത്ത് നിങ്ങൾ കണ്ടോ, ഐ ലവ് ഗാങ്ടോക്ക് എന്നൊക്കെ പറഞ്ഞു ഇവിടെ കുറേ ചെടികളൊക്കെ വെച്ച് സൂപ്പർ ആക്കിയിട്ടാണുള്ളത്. അത് ഒരു ഭാഗത്ത് ഇരിക്കുന്നതിനും അതുപോലെ വിശ്രമിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. മറ്റൊരു വഴി കൂടെ മാത്രമാണ് നമ്മുടെ വണ്ടികളൊക്കെ കടത്തി വിടുന്നത്. അങ്ങനെ നമ്മളിതാ ഗാങ്ടോക്ക് റോപ്പ് വേയിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു റോപ്പ് വേ ദാമോദർ റോപ്പ് വേ എന്നും പറയുന്നുണ്ട്. ഇതാ ഇവിടെ നമ്മൾ നേരത്തെയാണെന്ന് തോന്നുന്നു എത്തിയത്. ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നുള്ളൂ. അപ്പോൾ ഇതിലൂടെ നോക്കുമ്പോൾ തന്നെ നല്ലൊരു വ്യൂ കണ്ടു കേട്ടോ. നന്നായിട്ട് തണുപ്പുണ്ട്, ഇങ്ങനെ മഞ്ഞൊക്കെ മൂടി കിടക്കാണ്. കണ്ടോ മലനിരകൾ. ഇപ്പോൾ റോപ്പേയിലൂടെയൊക്കെ പോകുമ്പോൾ എത്ര അടിപൊളിയായിരിക്കും എന്ന് അറിയാലോ. അങ്ങനെ അവിടെ ഇരുന്നപ്പോഴിതാ ഒരാളൂടി വന്നു കേട്ടോ നമ്മുടെ കൂടെ. ഇയാൾ വരുന്നുണ്ടാവോ കൂടെ? 9:30 മുതൽ 5:30 വരെയാണ് ഈ ഒരു റോപ്പയുടെ സമയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഒരു പ്രാവശ്യം 24 ആൾക്കാർ വരെയൊക്കെ ഇവർ കയറ്റുന്നുണ്ട്. 1600 കിലോ ആണ് ഈ ഒരു റോപ്പയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് നേരെ ഉള്ളൂവെങ്കിലും വളരെ സൂപ്പറായിട്ടുള്ള വ്യൂ ആണ് ഇനി അങ്ങോട്ടേക്ക് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഗാങ്ടോക്ക് സിറ്റിയുടെ നല്ലൊരു വ്യൂ ഉണ്ട്. ഒരു ഭാഗത്ത് ഒരുപാട് സിറ്റിയും അതുപോലെ തന്നെ വീടുകളൊക്കെ ആയിട്ട് ആ ഒരു വ്യൂ ആണെങ്കിൽ, മറ്റൊരു ഭാഗത്ത് എന്ന് പറയുന്നത് ഇതാ നോക്കുക, വെറും മലനിരകൾ മാത്രമാണ്. അപ്പോൾ ക്ലൈമറ്റ് അത്ര ക്ലിയർ അല്ല കേട്ടോ. അതുകൊണ്ടാണ് വ്യൂ ഒരുമാതിരി ഇങ്ങനെ പുക കയറി കിടക്കുന്നത് പോലെ. നന്നായിട്ട് ഇതാ മൂടൽ മഞ്ഞൊക്കെ ഉള്ളൊരു സമയമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ. കണ്ടോ, അതാ ഒരു സൈഡിൽ നന്നായിട്ട് കുറേ ബിൽഡിങ്ങുകളൊക്കെ കാണാം. മറ്റ് ചില മലനിരകൾ വളരെ ക്ലിയർ ആണ്. അതിൽ മലനിരകൾ മാത്രമായിട്ടുള്ള ഒരു ബിൽഡിംഗ് പോലും കാണാത്ത മലനിരകളൊക്കെ ഉണ്ട്. ബിൽഡിങ്ങുകളൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടതാ. ഒരു റോപ്പ് അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഇവർ നേരത്തെ പോയവരാണെന്ന് തോന്നുന്നു. ഞാൻ വിചാരിച്ചു നമ്മളാണ് ഫസ്റ്റ് ഇവിടെ എത്തിയത് എന്ന്. എന്താ വെച്ചാൽ നമ്മൾ വന്നപ്പോൾ വേറെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. നോക്കുക, വാഹനങ്ങളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പോകുന്നത് കാണാൻ നല്ല രസമില്ലേ. അങ്ങനെ നമ്മളിതാ റോപ്പയുടെ മറുഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ നമ്മൾ ഇറങ്ങി കയറണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടുന്ന് ഇതാ റിവേഴ്സ് ഗിയർ ഇട്ടിട്ട് നമ്മൾ വന്ന റൂട്ടിലേക്ക് തന്നെ വീണ്ടും നമ്മൾ തിരിച്ചു പോകും. ഇപ്പോൾ കുലുക്കുണ്ടാവുമോ എന്നൊന്നും അറിയുന്നില്ല. കുറച്ചൊക്കെ പേടിയുണ്ട്. നമ്മളിപ്പോൾ കുറച്ചുകൂടി താഴേക്കാണ് വന്നിട്ടുള്ളത്.
പ്രത്യേകിച്ച് അങ്ങനെ വലിയ കുലുക്കവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഏട്ടാ. അങ്ങനെ ഇതാ നമ്മൾ ഇവിടെ നിന്നും തിരിച്ച് നമ്മൾ വന്ന ഭാഗത്തേക്ക് തന്നെ ഇതാ വീണ്ടും പോവുകയാണേ. അപ്പോൾ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്ഥലം മാറി നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പുറത്തെ സൈഡിൽ നിന്നവർ ഈ മറുഭാഗത്തേക്ക് മാറണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മാറിക്കൊടുത്തിട്ടൊന്നുമില്ല ഏട്ടാ. കാരണം ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോഴും നമുക്ക് ഈ സൈഡിൽ നേരത്തെ കാണാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ ആ വ്യൂസൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ നിന്നു. അങ്ങനെ ഇതാ നമ്മൾ അവിടെ നിന്നും തിരിച്ചു പോവുകയാണ് ഇനി. അങ്ങനെ ഇതാ നമ്മളെ റോപ്പ് വേയിലൂടെയുള്ള യാത്രയൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങിയിട്ടാ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ റോപ്പ് വേയിലൂടെയുള്ള യാത്രയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.